Hi friends, in the end, cutlet, fish cutlet. Okay, fish cutlet is tuna fish, fresh tuna, canned tuna. Okay, this is albacore tuna. Okay, fresh tuna can നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് എടുക്കണം. വെള്ളം പോലെ ആയിരിക്കും അത് ഇതിനകത്തിട്ട് വെച്ച് വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം ഈ ട്യൂണ ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റാൻ. ഓക്കെ, അപ്പോൾ ആദ്യം അത് ചെയ്യണം. പിന്നെ വെജിറ്റബിൾ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പൊട്ടറ്റോ, കുറച്ച് ഓണിയൻ വേണം. പിന്നെ കറി ലീഫ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പൊട്ടറ്റോ ഇത് ഓൾറെഡി ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതിൽ ഓണിയൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഇതിനകത്തുനിന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി എടുത്ത് വെക്കണം. ആദ്യം ട്യൂണ ഈ എഗ്ഗ് ഞാൻ എടുത്ത് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കണം. ഈ ഫിഷും ഈ വെജിറ്റബിളും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ട് പാറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ പാറ്റി ഒന്ന് ഈ എഗ്ഗ് വൈറ്റിൽ ഒന്ന് മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എഗ്ഗ് വൈറ്റ് മതി. ഓക്കെ, ഏറ്റവും ഇടാനുള്ള പൊടികൾ എന്ന് വെച്ചാൽ ചില്ലി പൗഡർ, കുറച്ച് ഗരം മസാല ആൻഡ് ടർമറിക് പൗഡർ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ ചില്ലി പൗഡർ ഇടാം, ഗരം മസാല ആയാലും ഇടാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇതെല്ലാം കൂടി എടുത്ത് വരുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നോക്കട്ടെ. പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് സാൾട്ട് വേണം. പിന്നെ ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഈ പാറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ ആദ്യം എഗ് വൈറ്റിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസ് പൊടിച്ചോണ്ട് വരണം. പൊടിച്ചിട്ട് അതിനകത്ത് മുക്കിയിട്ടാണ് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആവശ്യത്തിന് സാൾട്ട്. ഇതൊന്ന് വഴറ്റാനും ഓയിൽ വേണം. പിന്നെ ലാസ്റ്റ് നമ്മൾ കട്ട്ലറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ഈ ഫിഷൊക്കെ ക്യാനൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഫിഷ് എടുത്ത് മാറ്റണം. പിന്നെ ഇത് പൊട്ടറ്റോ പൊടിച്ച് വെക്കുക. ഈ ഓണിയൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ട് വരാം. ഇതേ ട്യൂണയുടെ ക്യാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ട് വെള്ളം പോലെ ഉണ്ട്. അത് വെള്ളമില്ലാതെ ഇത് മാത്രം എടുത്ത് മാറ്റണം. ഓക്കെ, വെള്ളം ഒട്ടും വരില്ല. ഓക്കെ, അതുപോലെ ഞാനിത് വെള്ളമില്ലാതെ ഈ ബൗളിലോട്ട് എടുത്ത് മാറ്റാൻ പോവാം. നിങ്ങളുടെ ഫ്രഷ് ട്യൂണയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അത് വെച്ചും ഉണ്ടാക്കാം. സെയിം ഇതുപോലെ തന്നെ എല്ലാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ എടുത്തിട്ട് ഫ്രഷ് ട്യൂണ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ഇതേ അപ്പം ട്യൂണ ഇത് ഞാൻ ക്യാനിൽ നിന്ന് എടുത്ത് ഞാൻ പറഞ്ഞ ക്യാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളമായിട്ടായിരിക്കും ട്യൂണ ഇത് കിടക്കുന്ന ഈ പീസ്. അതിൽ നിന്നുണ്ടോ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണ്ട. ഇതേ ഫ്രഷ് ട്യൂണ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചെറിയ പീസാക്കി മാറ്റിയാൽ മതി. ട്യൂണ ഇങ്ങനെ വേത്തി പൊടിഞ്ഞു വരും ട്യൂണ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആക്കി വെക്കുക. അപ്പോൾ 1/2 ഓണിയൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. പൊട്ടറ്റോ പൊടിച്ച് വെച്ചു. ട്യൂണ റെഡി ആയിട്ടുണ്ട്. വെക്കുക. ഓക്കെ, പിന്നെ കറി ലീഫ് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചു. കറി ലീഫ് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഓക്കെ, പിന്നെ ഇതുപോലെ ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ഇടാം. ഓക്കെ, ഇഷ്ടമുണ്ടെങ്കിൽ. പക്ഷേ അത് ചിലപ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഇരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ ഇടാഞ്ഞത്. ഞാൻ ചിലപ്പോൾ ഇടാറുണ്ട് കേട്ടോ. അതിന് വരെ ഞാൻ ഇതാ ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ചില്ലി പൗഡർ ഇടാം, ഗ്രീൻ ചില്ലിയും രണ്ടും ഇടാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഓണിയൻ ഒന്ന് വഴറ്റാം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഓയിൽ ഒഴിച്ച് ഓയിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ ഒഴിച്ചിട്ട് ഇതില്ലേ ഓണിയൻ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് വഴറ്റി അതിനകത്തോട്ട് പൊട്ടറ്റോയും ഫിഷും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കറി ലീഫൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് അത് വെച്ചാണ് ഈ പാറ്റി ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇത് വഴറ്റിയെടുക്കാം. ഇതേ അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഓണിയൻ വാട്ടിയെടുക്കാം. ഓണിയൻ പൊട്ടിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഈ കറി ലീഫ് കൂടി ഇടും. ഓക്കെ, അതുകൂടെ ഒന്ന് മൂത്തോട്ട് എന്നിട്ട് ഞാൻ കുറച്ച് സാൾട്ട് ഇടും. ഓക്കെ, അപ്പോൾ വേഗത്തിൽ ഇത് വാടി വരും. ഇതേപോലെ ഒന്ന് വാടിയാൽ മതി. ഓക്കെ, നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളില്ല അതിട്ട് കൊടുക്കാം. കുറച്ച് ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, ഗരം മസാല, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യും. ഇപ്പം ചെറിയ കഷ്ണം ട്യൂണയൊക്കെ എടുക്കുകയാണെങ്കിൽ അതേപോലെ ആഡ് ചെയ്യുക. ഓക്കെ, ഓണിയൻ ആയാലും എല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇട്ട് ഉണ്ടാക്കും. 1 മിനിറ്റ് പൊടി ഒന്ന് മൂത്ത് വരട്ടെ. ഓക്കെ, നമുക്ക്
അതിനകത്തോട്ട് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫിഷ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഫിഷ് ഞാൻ അതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുക. എനിക്കൊന്ന് കുറച്ച് ചില്ലി പൗഡറും ഗരം മസാലയും കുറച്ച് ഞാൻ ഇട്ടാലോ എന്ന് വിചാരിക്കുക. വെച്ചാൽ കുറച്ചുകൂടി മണം വേണം. ഓക്കെ, അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടിയും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ അതേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഓക്കെ, എന്നിട്ട് അതിനകത്തോട്ട് പൊടി ആഡ് ചെയ്യാൻ പോവാം. അതേ കുറച്ച് ചില്ലി പൗഡറും കുറച്ച് ഗരം മസാലയും. ഓക്കെ, ആവശ്യത്തിനുള്ള സാൾട്ട് ആഡ് ചെയ്യുക. അതുപോലെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിപ്പോൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്താണെങ്കിൽ നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെ വരും. ഓക്കെ, ഇത് നല്ലതാണ്. ഇപ്പം ഞാൻ പൊട്ടറ്റോനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാം. ഇനി പൊട്ടറ്റോയും കൂടി ഞാനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തൊക്കെ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഓക്കെ, ഇതിപ്പം ഞാൻ പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പം ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ട്യൂണ പാറ്റി ഉണ്ടാക്കാം. അപ്പം ഞാനതൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചേക്കുക. തണുക്കട്ടെ, തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാറ്റി ഉണ്ടാക്കാം. ഓക്കെ, അപ്പം അത് കഴിയുമ്പോൾ വേണം ഇതിനകത്തുനിന്ന് എഗ് വൈറ്റ് എടുക്കണം. പിന്നെ ഈ ഇതില്ലേ ബ്രെഡ് ക്രംസ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട്. ഇതൊക്കെ ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് പയ്യെ പാറ്റി ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ചെടുത്തിട്ട് ഒരു ചെറിയ അത് നമ്മൾ ഓരോരുത്തർ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സൈസൊക്കെ ആക്കാം. ഓക്കെ, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ സർക്കിളാക്കി എടുക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇതുപോലെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാം. ഇതേ അപ്പം ട്യൂണ കട്ട്ലറ്റിൻ്റെ പാറ്റിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കുക. പിന്നെ അതെ ബ്രെഡ് ക്രംസ് ഞാൻ എടുത്ത് വെച്ചില്ല. ഞാൻ അതിൻ്റെ കൂടെ 2 റസ്ക് കൂടി ഇട്ട് ഞാൻ ഇതുപോലെ പൊടിച്ച് വെച്ചു. ഓക്കെ, ഇത് എഗ് വൈറ്റ്. ഓക്കെ, എഗ് വൈറ്റ് ജസ്റ്റ് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുക. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിനിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അപ്പോഴത്തേന് ഈ പാറ്റി ഇങ്ങനെ നമ്മൾ എഗ്ഗിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. ഓക്കെ, ഇത് എഗ് വൈറ്റിൽ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് ഇങ്ങനെ എടുത്തിട്ട് എല്ലായിടും ഒന്ന് ആക്കണം. എല്ലാ പാറ്റി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. എഗ് വൈറ്റിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്തൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കുക. ഓക്കെ, ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഓക്കെ, അതുപോലെ ഇതെല്ലാം ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. നന്നായിട്ട് എല്ലാ സൈഡിലൊക്കെ വരണം. ഓക്കെ, നന്നായിട്ട് എഗ് വൈറ്റ് പറ്റിയിട്ട് ബ്രെഡ് ക്രംസിലിട്ട് ഇങ്ങനെ ആക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ എല്ലാം പാറ്റി ഉണ്ടാക്കി വെച്ചില്ല. ട്യൂണ പാറ്റി ഉണ്ടാക്കി എല്ലാം എഗ് വൈറ്റിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിലും ആക്കി വെച്ചേക്കുക. നമുക്ക് ഈ ഓയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിപ്പം ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ, ഇതിപ്പം ഒരു സൈഡായിട്ടുണ്ട്. ഞാൻ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാം. ഇപ്പം മറ്റേ സൈഡും ആയിട്ടുണ്ട്. ഞാൻ ഇനി എടുക്കാൻ പോവാം. ഓക്കെ, ഓൾറെഡി ഇത് റെഡി ആയിട്ടുണ്ട്. ഓയിലൊക്കെ പോകാൻ വേണ്ടി ഞാനൊരു പേപ്പർ നാപ്കിൻ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചേക്കുക. ഇനി ബാക്കി ഉള്ളതും കൂടി നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതുകൂടെ ആവട്ടെ. ഓക്കെ, ശരിക്കും ഈ എന്താ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൈഡ് നോക്കുക. ഓക്കെ, നന്നായിട്ടായെങ്കിൽ തിരിച്ചിടുക, എന്നിട്ട് അടുത്ത സൈഡ് അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതുകൂടെ ആയിട്ട് നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അടുത്തത് ഇട്ടതും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം ഈ ഇതിനകത്തോട്ട് എടുത്ത് വെക്കാൻ പോകും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇതേ കട്ട്ലറ്റൊക്കെ ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഞാനൊരു ഒളിമ്പിക് റിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മിഡിലിൽ.
ഉണ്ടാ ഓണിയൻ കൊണ്ടൊരു ഒളിമ്പിക് റിംഗ് ഒക്കെ ഉണ്ടാക്കി മിഡിൽ വെച്ച് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കില്ല, അപ്പം കച്ചപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല യമ്മി ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ.